ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, തുടർച്ചയായി മണിക്കൂറുകൾ പിന്നിട്ടു ഈ ചോദ്യം ചെയ്യൽ. ഇപ്പോഴേ പുറത്തിറക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ പുറത്തിറക്കിയാൽ ആദ്യം വൈദ്യപരിശോധനയ്ക്കല്ലേ കൊണ്ടുപോകുക? ഏതെങ്കിലും നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ലഭിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വാർത്ത? വൈദ്യപരിശോധന ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള വാഹനങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഗോവിന്ദചാമിയെ പുറത്തിറക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ. അയാളെയും കൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വാഹനത്തിനുള്ളിൽ കയറ്റി കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നീണ്ട സമയം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഇനി കോടതിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നായിരിക്കും ഈ കേസിൽ, അതായത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. എന്നാൽ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അയാളെ കൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജീപ്പിലേക്ക് കയറ്റുകയാണ്. ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യം ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ അല്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. റിമാൻഡിലായിരിക്കാം. അത് ഒരു പക്ഷേ ജയിൽ മാറ്റം, അതായത് കണ്ണൂർ ജയിലിൽ നിന്നും ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജയിൽ മാറ്റം സംബന്ധിച്ചും ചില തീരുമാനങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടി കോടതിയിൽ ഒരുപക്ഷെ കോടതിയുടെ നിയമപരമായിട്ടുള്ള സാധ്യതകളൊക്കെ തന്നെ തേടിയതിനു ശേഷമായിരിക്കാം ജയിൽ മാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനം ഗോവിന്ദചാമിയെയും കൊണ്ടുള്ള വാഹനം ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെയും കയറ്റിയുള്ള വാഹനങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ്. കാരണം 2 തവണ അയാൾക്ക് നേരെ ഈ പൊതുജനങ്ങളുടെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഇയാളെ പിടികൂടിയ സ്ഥലത്തു നിന്നും പിന്നീട് ഈ മെഡിക്കൽ പരിശോധനക്കായി, അതായത് വൈദ്യപരിശോധനക്കായി എത്തിച്ച ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ വെച്ചും ഇങ്ങനെ പൊതുജനങ്ങൾ അയാൾക്ക് നേരെ പാഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയൊരു സുരക്ഷാ വീഴ്ച കൂടി ഉണ്ടാവുകയാണെങ്കിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ കയ്യേറ്റ ശ്രമങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി സുരക്ഷാ മുൻകരുതലുകളും വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഗോവിന്ദചാമിയെയും കൊണ്ട് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇനി അവിടെ നിന്നായിരിക്കും ഈ കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും ഏത് ജയിലിലേക്കാണ് അയാളെ കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ നമുക്കൊരു വിവരം ലഭിക്കുകയുള്ളൂ. ഏതായാലും കനത്ത പോലീസ് സന്നാഹം തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ ഉള്ളത്. ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപത്തായാലും അതുപോലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപത്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ വീഴ്ച ജയിലധികൃതരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. 20 ദിവസത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാട്ടം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗികമായിട്ട് പോലീസ് സ്ഥിരീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യൽ, അതായത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയതിനു ശേഷവും ഏതാണ്ട് ഒരു 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഇവിടെ വെച്ചിട്ടുണ്ടായി. അതിനു മുമ്പ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പൊതുജനം തടിച്ചുകൂടി. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയത്. ഇവിടെ സമാധാനപരമായിരുന്നു, ആളുകളൊന്നും തന്നെ തടിച്ചുകൂടിയിരുന്നില്ല. എന്നാൽ പോലീസ് ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇയാൾ എങ്ങനെയാണ് ജയിൽ ചാടിയത്, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുറമേ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ, ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ, സഹതടവുകാരൻ്റെ റോൾ ഇതിലെന്താണ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കൃത്യമായി ചോദിച്ച് അറിഞ്ഞ് വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ സമയത്തിനുള്ളിൽ തന്നെ ജില്ലാ പോലീസ് മേധാവി ഒരു തവണ കൂടി മാധ്യമങ്ങളെ കണ്ട് ഏതൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്, ഇക്കാര്യങ്ങളിൽ ഏതൊക്കെ സ്ഥിരീകരണങ്ങളൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട്, ഏതൊക്കെ നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കിനി കോടതിയിലേക്ക് കൂടി പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്നായിരിക്കും ഈ കേസിൽ, അതായത് ജയിൽ ചാട്ടം സംബന്ധിച്ച് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലുള്ള തുടർ നടപടികൾ, റിമാൻഡ്, ആ കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ കോടതിയിൽ നിന്നും അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജയിൽ മാറ്റം സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കൊടും കുറ്റവാളി രക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെ സുരക്ഷാ വീഴ്ചകൾ നിരന്തരമായി സംഭവിക്കുന്നു എന്നുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിൽ ഇന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി ഇനിയും തേടേണ്ടതുണ്ട്. ഇപ്പോൾ വലിയ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അതീവ ഞെട്ടിക്കുന്ന വാർത്തയാണ് കേരളം ഇന്ന് അതിരാവിലെ തന്നെ കേട്ടത്. സലാം മുഹമ്മദാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.